അപ്പൊ നമുക്ക് ഇതാ നല്ല അടിപൊളി പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നല്ലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അതിന് 2-3 മീൻകറിയിലിടാനും മാങ്ങ ചമ്മന്തി ആക്കാനും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് മുറിച്ച് വേഗം അച്ചാറിലിടാം. ഇത് നല്ല വടക്കം മാങ്ങയാണ്. മൂത്ത് കഴിഞ്ഞാൽ അതിന് ഞെട്ടിന്റെ അടുത്ത് ഇതുപോലെ കറുത്ത കളർ ഉണ്ടാവും. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ. അങ്ങനെ ഞാനും വസ്തമ്മയും കൂടിയിട്ട് മാങ്ങയെല്ലാം നല്ല കുനുകുനാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുമ്പോ എന്റെ ഉള്ളിൽ പേടിയായിരുന്നു. കാരണം അലുമിനിയത്തിന്റെ ചട്ടിയിൽ അച്ചാർ ഇടലേ ലിജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തായിട്ട് തന്നെ ചീത്ത വിളിക്കുന്ന എനിക്കറിയാം. പക്ഷേ ഇത്രയും മാങ്ങ അച്ചാറിടാൻ പറ്റിയ വേറെ ചട്ടിയിലിടോ. അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവും കറിവേപ്പിലയും പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ച സാധനങ്ങളെല്ലാം തട്ടി കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇതാ വിനാഗിരി, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരാണി വെല്ലം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും കറക്റ്റ് സമയത്ത് കറണ്ട് പോയിന്ന്. പിന്നെ വേഗം പോയി നമ്മളെ ലേഖമ്മേന്റെ അമ്മിക്കല്ല് പൊടിച്ചെടുത്ത നല്ല നാടൻ കടുക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അച്ചാറിന്റെ കുഴപ്പം ഇതാണ്, എത്ര ഉപ്പ് ഇട്ട് കൊടുത്താലും കാണൂലാന്ന്. ലാസ്റ്റ് ഉപ്പ് വരക്കെ വെച്ചാൽ നമ്മളെ മാങ്ങയില്ലേ അതും കൂടി തട്ടിക്കൊടുത്തു. പിന്നെ നോട്ട് ദ പോയിന്റ്, അരവൊന്ന് തണിഞ്ഞതിന് ശേഷം വേണം മാങ്ങ തട്ടിക്കൊടുക്കാൻ കേട്ടാ. വസന്തമോളെ, നമ്മുടെ അച്ചാർ റെഡി. ഇങ്ങനെ തിന്നോ. കുറച്ചുകൂടി ഈ ദിവസം കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റ്. പിന്നെ ഒട്ടും ഞാൻ സമയം കളഞ്ഞിട്ടാ അച്ചാർ വേഗം 2 ഭരണികളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മാങ്ങ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും.